Hi friends, welcome to Jasna's Kitchen. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് റൈസ് ആണ്. ഇതിൻ്റെ പേര് മഗ്ലൂബ എന്നാണ്. മഗ്ലൂബ എന്ന് പറഞ്ഞാൽ അറബിയിൽ മീനിങ് അപ്സൈഡ് ഡൗൺ എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഡിഷും. ഇത് അപ്സൈഡ് ഡൗൺ ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇത് മറിച്ച് ശേഷമാണ് നമ്മൾ വിളമ്പേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ റെസിപ്പി പറയാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയ ശേഷം നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. അതുപോലെ തന്നെ ഞാൻ ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ സ്കിന്നോട് കൂടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം. ഇനി ഞാനിത് അവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അറബിക് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള ഇതുപോലെ ചെറുതായി മുറിച്ചാണ് ചേർത്ത് കൊടുക്കുക. നാട്ടിലെ പോലെ വലിയ സ്ലൈസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കില്ല. ഇതിലേക്ക് തന്നെ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഒരു ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് 2 മാഗിയുടെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ചേർത്ത ശേഷം 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഇതിൻ്റെ ഈ ജിഞ്ചർ ഗാർലിക്കും മാഗിയുടെ അതൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് ടേസ്റ്റും പിടിച്ച ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് കുക്കാവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി ഞാൻ വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ വഴുതനങ്ങ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഇതുപോലെ ആയി ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ അതും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ചിക്കന് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മസാല മാത്രം പുരട്ടി ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്ന് മസാല തേച്ച ശേഷം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചിക്കനൊക്കെ മാറ്റിയ ശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുൾ കുക്കായിട്ട് എടുക്കരുത് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ റൈസ് എടുക്കുന്നില്ലേ, ആ ഒരു പാകത്തിനായിട്ട് മാറ്റി വെക്കുക. ഒരു 80% കുക്കായാൽ മതി. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറൊന്ന് അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇത് 80% കുക്കായിട്ടുള്ളൂ. ഒരുപാട് കുക്കായാലും പിന്നെ നമുക്കിത് ഇനിയിപ്പോൾ ഒന്ന് ആവി കയറ്റി എടുക്കാണ്ട് ആ സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും ചോറ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിന് മാറ്റി വെക്കുക. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മന്തിയുടെ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കണം. മന്തിയുടെ റെസിപ്പി ഞാൻ ഇട്ട സമയത്ത് അതിൻ്റെ മസാല ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് തക്കാളി ഇതുപോലെ മുറിച്ച് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് സവാളയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മൾ കറി വെക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ചേർക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ നിരത്തി നല്ല അടുക്കി വെച്ച് കൊടുക്കണം.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാക്ക് ടൊമാറ്റോ പേസ്റ്റും അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനിതുപോലെ ഒന്ന് തവ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം തവയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. 2 ഭാഗം ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതി. ഇത് കുക്ക് ചെയ്ത ചിക്കനാണ്. അപ്പോൾ അത് കാണിച്ച് കുറേ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഡിൽ ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചാൽ ഞാൻ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ റൈസ് ഒന്ന് ചേർത്തൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് സാധാരണ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സൈഡിലോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. കാരണം നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയാണത്. അപ്പോൾ ഇതൊന്ന് ബാക്കി റൈസും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ ഏതൊരു പാത്രം എടുക്കുമ്പോഴും ആ പാത്രത്തിൽ നിറങ്ങിയിരിക്കുന്ന പോലെ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അപ്പോഴേ നമുക്കിത് മറിച്ച് ഇടുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫോയിൽ വെച്ച് അടച്ച ശേഷം നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ആവി വന്ന് നന്നായി കുക്കാവണം. അപ്പോൾ എൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലൊരു ട്രേ മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം. എൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അത് മാത്രമല്ല ഇത് തട്ടിയ സമയത്ത് നല്ലൊരു സ്മെല്ലുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു മുളക് ചട്നിയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.